ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു ആർക്കേസ് ചാനൽ. ഇതവിടെ 2 ക്യാപ്സിക്കം ഇരിക്കുന്നുണ്ടല്ലോ. ഇന്ന് അതിനെ കൊണ്ടാണ് നമ്മളൊരു ഉപ്പേരി ഉണ്ടാക്കാൻ പോകണം കേട്ടോ. 2 ക്യാപ്സിക്കം നല്ലോണം കഴുകി, ക്വാണ്ടിറ്റി വന്ന് നമ്മൾ ആൾക്കാരുടെ എണ്ണ അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക കേട്ടോ. അതിനെ ഒരു മീഡിയം വലിപ്പത്തിലൊന്ന് മുറിക്കുക. എപ്പോഴും പറയണ പോലെ കുനുകുനേന്ന് മുറിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഉപ്പേരിയാണ് കേട്ടോ. നീ ഇതിനെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. അപ്പോഴേക്കും പുതിയതായിട്ട് കാണുന്നവരും എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നവരും എല്ലാവരും ഒന്ന് വേഗം ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യൂ. ആളെന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്യൂ. ഞാനിടുന്ന എല്ലാ വീഡിയോസും പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. ഇപ്പോൾ കഷ്ണമൊക്കെ എല്ലാം മുറിച്ച് കഴിഞ്ഞു. ക്യാപ്സിക്കം നമ്മൾ ഒരു ഉരുള പുളി വെള്ളത്തിൽ താഴ്ത്തണം കേട്ടോ. അപ്പോൾ ഇത് 2 ആയതുകൊണ്ട് നമുക്കൊരു നെല്ലിക്കയെക്കാട്ടിലും കുറച്ചുകൂടി വലിപ്പമുള്ള പുളി മതി കേട്ടോ. ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് പുളി കൂട്ടാം. ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ കടുക്, അതിലേക്ക് ചുവന്ന മുളക്, പിന്നെ കറിവേപ്പില, പിന്നെ അതിലേക്ക് 1 സ്പൂൺ കടലപ്പരിപ്പ്, പിന്നെ അതിലേക്ക് ഞാൻ 1 സ്പൂൺ എള്ള് കൂടി ചേർക്കുന്നുണ്ട്. ഈ എള്ള് എനിക്കൊരു പ്രത്യേക എന്താ പറയുക, ഇഷ്ടം ആണ്. പിന്നെ എള്ള് ഇട്ട് കഴിയുമ്പോൾ ഒരു വാസന ഒരു പ്രത്യേകമാണ് കേട്ടോ. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് നന്നായിരിക്കും ഇട്ട് കഴിഞ്ഞാൽ. ഓക്കെ, എള്ള് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ ഇടണ്ട. എല്ലാം ഒന്ന് ഫ്രൈ ആകുമ്പോൾ അതിലേക്ക് മുറിച്ച് വെച്ച ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി അതിലേക്ക് പുളിയും കൂടി ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്യുക കേട്ടോ. ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി. നല്ലോണം വെന്തു. അതിലേക്ക് നമ്മൾ ഒരു പിടി നാളികേരം വിതറി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ക്യാപ്സിക്കം തോരനായി കഴിഞ്ഞു. അതിനെ ഉപ്പേരിയോ തോരനോ എന്ന് വേണമെങ്കിൽ പറയാം. അതിനെ ഒന്ന് നല്ലോണം മിക്സ് ചെയ്യുക കേട്ടോ. അതൊരു അടിപൊളി ടേസ്റ്റുമാണ്, നല്ലതുമാണ്, വേഗം ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കൂ. ഹാപ്പി കുക്കിംഗ്.